ഹായ് ആസിഫാണ്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട്, ബ്രോ ലോജിസ്റ്റിക്സ് കോഴ്സ് നാട്ടിൽ ചെയ്യാൻ ബെറ്റർ എവിടെയാണ്, പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് ഇവിടെ കോഴ്സ് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ ചെയ്യാം. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് ചെയ്യാം. അതുപോലെ ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ ചെയ്യാം. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ കോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓപ്പർച്യൂണിറ്റി കൂടിയപ്പോൾ ഡിമാൻഡ് കൂടി. അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങൾ ഇപ്പോൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഞാൻ പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. 1 ഇയർ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിന് കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനികളിൽ, അതുപോലെ NVSC കമ്പനികളിൽ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലേസ്ഡ് ആയത്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കോഴ്സ് കംപ്ലീഷൻ അവർ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരും. ഫീസ് ഡിഫറൻസ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യരുത്. നല്ല പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കാര്യങ്ങളായിട്ടുള്ള നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ കോഴ്സ് ചെയ്യുക. എല്ലാവർക്കും ഫീസ് ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ലോ ഫീസിലൊക്കെ പഠിക്കുന്നവർ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ജോബ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കണക്ഷൻസിൽ ഒരുപാട് ഫ്രണ്ട്സ് നാട്ടിൽ ലോജിസ്റ്റിക്സ് കോഴ്സ് ചെയ്തിട്ട് അവർ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുത്ത് പ്ലേസ്ഡ് ആയ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട്. ഏത് സെൻറ്റർ ചൂസ് ചെയ്യണം, എവിടെ പഠിക്കണം എന്നൊക്കെയുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് DM ചെയ്തിരിക്കും.